കൊല്ലത്തെ കാഴ്ച കായലിൽ ഒരു പാലം പാതി വഴിയിൽ നിൽക്കുന്നതാണെങ്കിൽ കോഴിക്കോട് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയ ഒരു വനിതാ വ്യവസായ കേന്ദ്രം കെട്ടിടം ഞങ്ങൾ കാണിച്ചു തരാം. 2015 ഉദ്ഘാടനം ചെയ്തിട്ടും 10 വർഷമായി സംരംഭകർക്ക് അതിതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. 1.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഇത്. സംരംഭകരെ മറക്കുന്നുണ്ടോ അധികൃതർ? വികസന നീക്കം അന്യമാകുന്നുണ്ടോ കൊടുവള്ളിക്ക്? വിവരങ്ങളുമായി സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു. സാനിയോ, നമ്മൾ കൊല്ലത്ത് കണ്ട പാലം പാതി വഴിയിൽ 103 കോടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ 1.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒരു കെട്ടിടം 10 വർഷമായി ആർക്കും ഉപകാരപ്പെടാതെ കിടക്കുന്ന കാഴ്ചയാണല്ലേ? അത് സാമൂഹ്യ വിരുദ്ധർ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണോ എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ പോലും തെറ്റു പറയാൻ പോലും കഴിയില്ല, അല്ലേ സാനിയോ? അതെ, അത് വളരെ ശരിയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കൗതുകകരമായ കാഴ്ച എന്ന് പറയുന്നത് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയ ഒരു മുറ്റമാണിത്. ഈ മുറ്റത്ത് സമീപ പ്രദേശത്തെ സ്ത്രീകൾ അവരുടെ ധാന്യങ്ങളും മറ്റും ഉണക്കാൻ കൊണ്ടിടുന്ന കാഴ്ച. അതായത് മറ്റൊന്നിനും ഉപയോഗിക്കാൻ കഴിയില്ല, അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ധാന്യങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഉണക്കിക്കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടിട്ടിരിക്കുന്ന വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. 2015 ജൂണിലാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വനിതാ വ്യവസായ കേന്ദ്രമാക്കാൻ വേണ്ടിയായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഇത് തുറന്നു കൊടുത്തില്ല. 10 വർഷം കഴിയുന്നു ഇപ്പോൾ. ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞത് ഇവിടെ വെള്ള സൗകര്യമില്ല എന്നാണ്. പിന്നീട് കുഴൽക്കിണർ കുഴിച്ചു, വെള്ളത്തിന് സൗകര്യമാക്കി. പിന്നീട് വൈദ്യുതി സൗകര്യമില്ല എന്ന് പറഞ്ഞ് അതങ്ങനെ മാറ്റുന്നു. എല്ലാ തരത്തിലും ഈ വയറിംഗ് പരിപാടികളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയ ഒരു കെട്ടിടമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ജനൽ ചില്ലുകളും അതുപോലെ വാതിലുകളും ഒക്കെ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മാത്രമേ ഉള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർക്ക് നല്ല പ്രതിഷേധമുണ്ട്, പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കും വലിയ പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കിപ്പോൾ നാട്ടുകാരനായ ബേബി ചേട്ടനും മറ്റാളുകളും ഒക്കെ ഉണ്ട്. ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 2015 മുതൽ 10 വർഷമായി ഇത് ഇങ്ങനെ കിടക്കുന്നു. ഇതിവിടെ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുകയെന്നല്ലാതെ വേറെ യാതൊരു പ്രയോജനമില്ല. ഇത് ഇപ്പോൾ ഈ കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വനിതകൾക്ക് വ്യവസായങ്ങൾ തുടങ്ങാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയ സാധനം. നല്ല പ്രതീക്ഷയായിരിക്കും അല്ലേ നിങ്ങൾക്കൊക്കെ ഒരു വ്യവസായ കേന്ദ്രം? നല്ല പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് പകലില്ലാതെ വ്യത്യാസമില്ലാതെ സാമൂഹ്യ വിരുദ്ധരാണ്. ഇപ്പോൾ പേടിയാണ്. ഇതിപ്പോൾ നാടിനൊരു ശാപമായി മാറിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ സൗകര്യമുണ്ട്, റോഡ് സൗകര്യമുണ്ട്. കണ്ണായ സ്ഥലത്താണ്. താഴെ ഈ ബ്ലോക്കിൻ്റെ സ്ഥലമാണ്. അവിടെ റോഡ് സൈഡിൽ നല്ലൊരു ഗോഡൗൺ പോലെ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് വരുമാനം കാര്യങ്ങളും ഉണ്ടാക്കാൻ കഴിയും. അതൊന്നും ചെയ്യാതെ ഇത് വർഷം കുറച്ച് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർക്ക് നടക്കും. മതിൽ കെട്ടും, പെയിന്റ് അടിക്കും, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞാടാനുള്ള ഒരു കേന്ദ്രമായി മാറി. ഓരോ വർഷവും കുറച്ച് പണികൾ. ആദ്യം പറഞ്ഞിരുന്നത് വെള്ളമില്ല എന്നുള്ള ബുദ്ധിമുട്ടായിരുന്നു. കാരണം വ്യവസായ കേന്ദ്രമാണല്ലോ, അപ്പോൾ വെള്ളം വേണം. സ്വാഭാവികമായും കഴിഞ്ഞ വർഷങ്ങളിൽ കുഴൽക്കിണർ കുഴിച്ചു, ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് കുഴൽക്കിണർ കുഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പറഞ്ഞു ഇവിടെ വൈദ്യുതി കണക്ഷൻ കിട്ടുന്നില്ല എന്ന്. ഇപ്പോൾ നിലവിൽ വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്. ഇതിനോട് നമുക്ക് പ്രതികരണം സ്വാഭാവികമായും ആരായേണ്ടതുണ്ട്. അപ്പോൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ കൊടുവള്ളി ബ്ലോക്ക് അധികൃതർ പറയുന്നത് വൈദ്യുതി കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വൈദ്യുതി കണക്ഷൻ കിട്ടാത്തതെന്ന് എന്തെങ്കിലും പറഞ്ഞോ? അതൊക്കെ ആളുകൾ ഊരിക്കൊണ്ടുപോയതാ. ഇതിന്റെ ട്രാൻസ്ഫോമർ വരെ ഉണ്ട്, കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാ സാധനവും മീറ്ററും കാര്യങ്ങളൊക്കെ ആളുകൾ ഊരിക്കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ മയക്കുമരുന്ന് അടിക്കുന്ന ആളുകളും മദ്യപിക്കാനും വൈകുന്നേരം ആളുകൾ വരിക. അപ്പോൾ നാട്ടുകാരായ അങ്ങനെയാണെങ്കിൽ ബിവറേജസോ KTDCയുടെ വലിയ പ്രോജക്റ്റ് ആക്കി അതങ്ങ് മാറ്റിയാൽ പോരെ സാനിയോ? ഈ മയക്കുമരുന്ന് കൊടുക്കുന്ന സംവിധാനമായിട്ട് സർക്കാരിന്റെ പോകേണ്ട സാഹചര്യമില്ല. അതാണ് എനിക്കും പറയാനുള്ളത്. അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ എടുത്ത് അയച്ചതാണ്. അതിൽ നിറയെ മദ്യക്കുപ്പികളാണ്. പലയിടങ്ങളിലായി മദ്യക്കുപ്പികൾ ഇങ്ങനെ ആളുകൾ ഇവിടെ വന്ന് കിടക്കുകയാണ്. രാത്രിയൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ചും മറ്റും ആളുകൾ കിടക്കുന്നു. പിറ്റേ ദിവസം ഇറങ്ങിപ്പോകുന്നു. കവർച്ച നടന്നു. 3-4 സ്ഥലങ്ങളിൽ വീടുകളിൽ 5-6 വീടുകളിൽ കവർച്ച നടന്നു. അവരെല്ലാം ഇവിടെ വന്നിട്ടാണ് ഈ ആസൂത്രണങ്ങളെല്ലാം ചെയ്യുന്ന പരിപാടികൾ. ആരുമില്ല. ഈ കാണുന്ന ദൃശ്യങ്ങൾ നോക്കൂ, അവിടെ വളരെ സൗകര്യമാണ്. അത് നമ്മൾ നോക്കൂ, നാട്ടുകാർ ഉരുക്കൊണ്ടുപോയ ഫീസും വൈദ്യുതി ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരുന്ന പ്രദേശവുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.
മൊത്തം ഒരു 1-2 കോടി രൂപയ്ക്കടുത്ത് ചിലവായിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ ആളുകൾ അന്വേഷിക്കാൻ വരെ ആരുമില്ല. അതെ, അതായത് ഈ ചെയ്ത സംവിധാനങ്ങളൊക്കെയും ആളുകൾ അഴിച്ചു കൊണ്ടുപോയതാണ്. ഇപ്പോൾ ഇതിലും നല്ല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ഇതിലും നല്ല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഈ കവർച്ചയ്ക്കും മറ്റും ഒക്കെ ആസൂത്രണം നടക്കുന്നത് ഇവിടെ നിന്നാണെന്നുള്ളൊരു പരാതിയും പറയുന്നുണ്ട്. ഇതിന് പുറകിലെ ഭാഗത്തേക്ക് പോയി നോക്കിയാൽ നമുക്ക് ലൈവായി തന്നെ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാ ഇവിടെ ഈ മദ്യക്കുപ്പികളും മറ്റും ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ്. മറ്റ് പല സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മദ്യക്കുപ്പികളാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നത്. ഏതായാലും ഇത് വളരെയധികം ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ കെട്ടിടമുള്ളത്. നാട്ടുകാർ ജനവാസ കേന്ദ്രത്തിലാണ്. നാട്ടുകാർക്ക് സാമൂഹിക വിരുദ്ധർക്ക് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആകരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.